എല്ലാ കൂട്ടുകാർക്കും BQ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ ബ്ലൂ പ്രിൻ്റാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആവശ്യം ശേഷം സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ റിലേറ്റഡ് കണ്ടൻസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. കൂട്ടുകാർക്ക് അത് അവിടെ ചെക്ക് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാപ്റ്ററിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ഓർഡർ വേഴ്സസ് മോളിക്കുലാരിറ്റി. അത് തമ്മിൽ ഡിഫറൻസ് കറക്റ്റായി മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ഓർഡർ? ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി പറയുന്നത് എന്താ? അതൊരു തിയറിറ്റിക്കൽ വാല്യൂ ആണ്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ മോളിക്കുലാരിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഫ്രാക്ഷൻ ഉണ്ട്. ഓക്കെ, അല്ല സോറി, ഹോൾ നമ്പർ പറ്റുള്ളൂ. മോൾ എന്ന് പറയുമ്പോൾ 0 അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാം. അപ്പോൾ മോളിക്കുലാരിറ്റി പറയുമ്പോൾ എന്താണ്? അതൊരു ഹോൾ നമ്പർ ആണ്. ഓർഡർ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കാം, ഫ്രാക്ഷൻ ആവാം. ഓക്കെ, ഇവിടെ ഞാൻ ചിത്രത്തിൽ കൊടുക്കുന്നത് 1/6 ആണ്, 3/5 അങ്ങനെയൊക്കെ വരാം. ഓക്കെ, ഓർഡർ എന്ന് പറയുന്നത് 0 ഫ്രാക്ഷനിലൊക്കെ വരാം. ഓക്കെ, ഓർഡർ എന്ന് പറയുന്നത് 0 വരാം, ഫ്രാക്ഷനിലും വരാം. ഓക്കെ, മോളിക്കുലാരിറ്റി പറയുമ്പോൾ എന്താ? നമ്പർ ഓഫ് മോൾസ് നമ്മൾ അങ്ങനെ സാധാരണ, അതാണ് മോളിക്കുലാരിറ്റി. നമ്മൾ സാധാരണ എത്ര മോളിക്യൂൾസ് അതിൽ പങ്കെടുക്കുന്നതല്ല നമ്മൾ മെയിനായിട്ട് പറയാറ്. അങ്ങനെ മോളിക്യൂൾസ് പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ 1/2 അങ്ങനെയൊന്നും സാധാരണ പറയാറുണ്ടോ? ഇല്ല, അതൊന്നും ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ഹോൾ നമ്പർ ആണെന്നുള്ളത് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് റിയാക്ഷൻ റേറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമത് പറയുന്നത് കോൺസെൻട്രേഷൻ കൂട്ടി എന്താ? ഒരു സൈഡിലുള്ള റിയാക്ഷൻ്റെ ഇത് കൂടും. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് കൂട്ടാച്ചെങ്കിൽ പെട്ടെന്ന് എന്ത് കിടക്കും? കൂടുതൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യും, അതിന് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. പിന്നെ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ഇപ്പോൾ 10 ഡിഗ്രി കൂട്ടാൻ എവരി 10 ഡിഗ്രി കൂട്ടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് ഡബിൾ ആവും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. എല്ലാ റിയാക്ഷനും 10 ഡിഗ്രി റൈസ് ആയിട്ട് റിയാക്ഷൻ്റെ റേറ്റ് ഡബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, അത് നമുക്ക് ഒരു സൈഡിലേക്കുള്ള ഡയറക്ഷനിൽ കൂട്ടുക, അത് ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യാൻ നമ്മളെ പെട്ടെന്ന് സഹായിക്കും. ഓക്കെ, സോ അത് മനസ്സിലായി. ഇനി അടുത്ത് മനസ്സിലാക്കുന്ന വെച്ചാൽ കെൻ്റെ യൂണിറ്റ്സ്, അത് 0 ഓർഡറിലുണ്ട്, ഫസ്റ്റ് ഓർഡറിലുണ്ട്, സെക്കൻഡ് ഓർഡറിലുണ്ട്. അത് മൂന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. ഓക്കെ, കൂട്ടുകാർ ചെക്കൗട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ മൂന്നിൻ്റെയും കെൻ്റെ യൂണിറ്റ്സ് കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ 2 ഇക്വേഷൻ പഠിക്കാമല്ലേ, കെയും അതുപോലെ ഹാഫ് ലൈഫ് പീരീഡും. ഈ ഹാഫ് ലൈഫ് പീരീഡ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചു, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യതയുണ്ട്. ഞാൻ പറയുന്നു ഓർഡർ മോളിക്കുലാരിറ്റി ഒരു കൺഫേം ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തുപോലെ തന്നെ ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ചോദ്യം പ്രോബ്ലമായിട്ട് ചോദിക്കാം. ഒന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് കെ കണ്ടുപിടിക്കുന്നതായിരിക്കും, പിന്നെ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ലൈഫ് പീരീഡ് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മറ്റേ വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും. ഓക്കെ, കെൻ്റെയും ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുക. പിന്നെ ഡെറിവേഷൻസ് ഉണ്ട്. നമുക്ക് നന്നായി എല്ലാം പഠിച്ച് ക്ലിയർ ആയവർ മാത്രം 0 ഓർഡർ റിയാക്ഷൻ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കെൻ്റെ ഡെറിവേഷൻ പഠിക്കുക. ഹാഫ് ലൈഫ് പീരീഡ് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ 0 ഓർഡറിന് ഹാഫ് ലൈഫ് പീരീഡ് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, കെൻ്റെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കെൻ്റെ രണ്ടിൻ്റെയും ഫസ്റ്റ് ഓർഡർ 0 ഓർഡർ നോക്കുക. അതുപോലെ 0 ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഡെറിവേഷൻസ് എല്ലാം പഠിച്ച് കഴിഞ്ഞാൽ മാത്രം ചെക്ക് ചെയ്യുക. ക്വിക്ക് റിവിഷൻ പറയുമ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്യാം. അടുത്തത് 0 ഓർഡർ അല്ല, സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. അതിൻ്റെ എക്സാമ്പിൾ ഓക്കെ എന്താണ്? ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, അത് എക്സാമ്പിൾ ഇടാം. പിന്നെ മറ്റേ കെയിൻ ഷുഗറിൻ്റെ എക്സാമ്പിൾ, അത് നിങ്ങൾ ആ 2 എക്സാമ്പിൾ കറക്റ്റായിട്ട് പഠിക്കുക. എന്താണ് ശരിക്കും സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹയർ ഓർഡറാണ്, പക്ഷെ നമുക്കൊരു ഹയർ ഓർഡർ കിട്ടിയ ഇല്ല, പണിപാളി. നമുക്ക് കിട്ടിയത് അതിനെക്കാട്ടും കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഹയറാണ്. നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ എല്ലാ കാര്യം വലിയ കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യും, പക്ഷെ നമുക്ക് ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് കിട്ടും ഇല്ല. നമുക്ക് പക്ഷേ കിട്ടിയത് ഒരു ലോവർ ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ വലിയ എക്സ്പെക്ട് ചെയ്ത് വലിയ എന്തൊക്കെ ചിന്തിച്ച് കിട്ടും, പക്ഷെ നമുക്ക് കുറച്ച് കിട്ടുള്ളൂ. അതാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. എന്താണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ? എത്രയുള്ളൂ? റിയാക്ഷൻ സീംസ് ടു ബി ഹയർ ഓർഡർ വിചാരിച്ചു, പക്ഷെ കിട്ടിയത് ലോവർ ഓർഡർ. ഒറ്റ എഴുതി വെച്ചാൽ മതി, ഫുൾ മാർക്കാണ്. എക്സാമ്പിൾ ഏതാ പഠിക്കുക. ഓക്കെ, ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ. എന്താണ് ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ? ഇക്വേഷൻ എഴുതുന്നില്ല, ഇങ്ങനെ സെന്റൻസ് ആയി എഴുതി വെച്ചാൽ മതി. ഇക്വേഷൻ എഴുതിയത് കോമ്പൻസേറ്റ് വലിച്ച് വരുത്താൻ നിൽക്കണ്ട, ജസ്റ്റ് ആ പോയിന്റ് എഴുതി വയ്ക്കുക. ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ. ഓക്കെ, ഈ വാട്ടർ ആഡ് ചെയ്യുന്നതാണ് സംഭവം. ഓക്കെ, അടുത്ത് നിങ്ങൾ പഠിക്കുന്നത് അർഹീനിയസ് ഇക്വേഷൻ. കേട്ടില്ലേ അർഹീനിയസ് ഇക്വേഷൻ? അതിൻ്റെ ഓരോ കമ്പോണന്റ് K = A⁻⁻ അതിൽ A എന്താ? അത് അർഹീനിയസ് ഫാക്ടറാണ്. അതുപോലെ K പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ്, ഇപ്പോൾ A⁻⁻ E പറയുന്നത് ആക്ടിവേഷൻ എനർജി, R പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ്, T പറയുന്നത് ടെമ്പറേച്ചർ. ഇത് നല്ല വ്യക്തമായി കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ,
പിന്നെ എക്സാം നല്ല ടഫാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം കൺഫേം ആയിട്ട് പ്രതീക്ഷിച്ചോ. log K2/K1 = EA 2.303 R T2 - T1 T1 T2. ഇത് നിങ്ങൾ എക്സാം ടഫ് ആയിട്ട് മാത്രം പ്രതീക്ഷിച്ചാൽ മതി, ഈ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആപ്ലിഫിലിൻ്റെ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് K കണ്ടുപിടിക്കൽ, അങ്ങനത്തെ ആയിരിക്കും. എക്സാം ടഫ് ആയിട്ട് മാത്രം ഇത് എല്ലാം പഠിച്ചു കഴിഞ്ഞ് മാത്രം ഇത് ചെയ്യാൻ നോക്കുക. ഇതിന് പ്രോബ്ലംസ് ചെയ്യുമ്പോഴും കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞവർ മാത്രം ചെക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കൂടുതൽ കണ്ടന്റ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത്രയുള്ളൂ. താങ്ക് യു ഗൈസ്.